ഓസിലേഷൻസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനും അതിൻ്റെ എക്സാമ്പിളായ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻസും ആണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം പീരിയോഡിക് മോഷൻ എന്താണെന്ന് പഠിക്കാം. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത പീരിയഡ് ഓഫ് ടൈം കഴിയുമ്പോൾ റെഗുലറായിട്ട് റിപ്പീറ്റ് ചെയ്തു വരുന്ന ചലനങ്ങളെയെല്ലാം പീരിയോഡിക് ചലനങ്ങളാണെന്ന് പറയാം. ഒരു നിശ്ചിത സമയ ഇടവേള കഴിയുമ്പോൾ, ഒരു ടൈം ഇൻ്റർവെൽ കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന, ഇപ്പം നമ്മൾ ക്ലോക്കിൻ്റെ സൂചിയുടെ ചലനം അത് ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു കുട്ടി ഊഞ്ഞാലിലാടുന്നത്, അല്ലെങ്കിൽ ഒരു പെൻഡുലത്തിൻ്റെ ബോബിൻ്റെ ചലനം, പെൻഡുലത്തിന്റെ ചലനം. These all are examples for periodic motion. അപ്പോൾ periodic motion is a motion that repeats at regular intervals of time. ഇനി there are three types of periodic motions. അത് oscillations, vibrations and rotatory motion. മൂന്ന് തരം പീരിയോഡിക് മോഷൻ ആണുള്ളത്. റൊട്ടേഷൻ നമുക്കറിയാമല്ലോ, ഒരു സർക്കുലർ പാത്തിലൂടെ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നത്. For example, planets revolving around the sun. സൂര്യന് ചുറ്റും പ്ലാനറ്റ്സ് കറങ്ങുന്നത്, അത് റെവല്യൂഷൻ ആണ്, റിവോൾവ് ചെയ്യുവാണ്. അത് അപ്പോൾ റൊട്ടേഷൻ എക്സാമ്പിൾ ആണ്. പിന്നെ വൈബ്രേഷൻസ് ട്യൂണിംഗ് ഫോർക്കിൻ്റെ ആ പ്രോങ്സിൻ്റെ ചലനം, അത് വൈബ്രേഷൻ ആണ്. പിന്നെ മോളിക്കുലർ വൈബ്രേഷൻസ് ഉണ്ട്. കൂടാതെ ഓസിലേഷൻസ്, മൂന്നാമതാണ് ഓസിലേഷൻസ്, ഒരു പെൻഡുലത്തിൻ്റെ ചലനം, ഓസിലേഷൻസ്. അപ്പോൾ there are three types of periodic motion. അതിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ ഓസിലേഷൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പഠിക്കാം. അതിനു മുമ്പ് നമുക്കൊരു പെൻഡുലത്തിൻ്റെ ബോബിൻ്റെ ചലനം നോക്കാം. ഈ പെൻഡുലം ഇവിടെ ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഒരു സ്ട്രിങ് വെച്ച് പെൻഡുലത്തിൻ്റെ ബോബ് ഇവിടെ ഹാങ് ചെയ്തിരിക്കുകയാണ്. ബോബിൻ്റെ മാസ് എം. അപ്പോൾ ഈ ബോബിനെ നമ്മളൊരു ഫോഴ്സ് പിടിച്ച് വലിച്ച് ഇവിടെ ബോബിനെ ഇവിടെ എത്തിച്ചു. ഓക്കെ, അപ്പം നമ്മൾ അങ്ങോട്ട് പിടിച്ച് വലിക്കുകയാണ് ഒരു ഫോഴ്സ് വെച്ച്. അപ്പോൾ റിസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങോട്ടാണ് പ്രവർത്തിക്കുന്നത്? റിസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബോബിനെ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഫോഴ്സ് ആണ് അവിടെ റിസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. റിസ്റ്റോറിംഗ് ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നത്. അതേസമയം നമ്മൾ ബോബിനെ ഇങ്ങോട്ടേക്കാണ് പിടിച്ച് വലിക്കുന്നതെങ്കിൽ റിസ്റ്റോറിംഗ് ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് മീൻ പൊസിഷൻ ആയിട്ട് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ ആയിട്ട് എടുക്കാം. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് നമ്മൾ എങ്ങോട്ടാണോ ഫോഴ്സ് അപ്ലൈ ചെയ്ത ആ ബോബിനെ വലിച്ചു നീട്ടുന്ന, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അവിടെ റിസ്റ്റോറിംഗ് ഫോഴ്സ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത് എല്ലാ തരം ഓസിലേറ്ററി മോഷനും in which restoring force is directed to mean position. Restoring force ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണലും ആയിരിക്കും കേട്ടോ. റിസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഈ മീൻ പൊസിഷനിൽ നിന്ന് എന്തുമാത്രം നീക്കി, അങ്ങോട്ടാവാം ഇങ്ങോട്ടേക്കാവാം. ഇത് നമ്മൾ പോസിറ്റീവ് സൈഡായിട്ട് എടുത്താൽ ഇത് നെഗറ്റീവ് സൈഡായിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ റിസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും ആൻഡ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് മീൻ പൊസിഷൻ. റിസ്റ്റോറിംഗ് ഫോഴ്സ് നമ്മൾ എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കിയോ ആ ഒബ്ജക്റ്റിന്, ഇവിടെ ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ബോബാണ് ഉദ്ദേശിക്കുന്നത്, ആ ബോബിന് എന്തുമാത്രം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായോ ആ ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും റിസ്റ്റോറിംഗ് ഫോഴ്സ്. ആൻഡ് ഓൾസോ ദി റിസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് മീൻ പൊസിഷൻ. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ തരം ഓസിലേറ്ററി മോഷനെയും അല്ലെങ്കിൽ പീരിയോഡിക് മോഷനെയും നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കാം. ചുരുക്കത്തില് SHM എന്ന് പറയും. എന്താണ് SHM? സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പൊ ഡെഫിനിഷൻ ക്ലിയർ ആയിട്ട് പഠിക്കുക. വാട്ട് ഈസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണ്? ഇറ്റ്സ് എ periodic motion in which force is proportional to displacement and is directed towards mean position. Okay, any what is the condition for simple harmonic motion? അല്ലെങ്കിൽ what are the conditions for simple harmonic motion എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഈ സെയിം ഡെഫിനിഷനിൽ തന്നെയുള്ളതാണ് ഇതിന്റെ കണ്ടീഷൻസ്. ഓക്കെ, എന്താണ്? ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. സോ ഏത് ഫോഴ്സ് ആണ്? റിസ്റ്റോറിംഗ് ഫോഴ്സ്.
restoring force is proportional to displacement and is directed to mean position. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചലനത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കാം. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിൽ രണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് പഠിക്കാനുള്ളത്. സിമ്പിൾ ഹാർമോണിക് മോഷന് രണ്ട് എക്സാമ്പിൾസിൽ, ഒന്ന് സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷൻസ് ഓഫ് എ സിമ്പിൾ പെൻഡുലം, രണ്ടാമത്തെ സ്പ്രിങ്ങിന്റെ ഓസിലേഷൻ. സ്പ്രിങ്ങിന്റെ ഓസിലേഷൻ എന്ന് പറയുന്ന ഒരു സ്പ്രിങ്ങിന്റെ അറ്റത്തൊരു മാസ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ആ മാസ് വലിച്ചു വിടുമ്പോൾ സ്പ്രിങ് ഓസിലേറ്റ് ചെയ്യും. ഇവിടെ വെർട്ടിക്കൽ ഓസിലേഷൻ. അതേസമയം ഇവിടെ ഒരു സർഫസിലെ സ്പ്രിങ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇവിടെ അത് ഈ മാസിനെ ഇങ്ങോട്ട് വലിച്ചിട്ട് വിടുമ്പോൾ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് ഓസിലേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ആ സർഫസിൽ നിരങ്ങുമ്പോൾ ഓസിലേഷൻസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ആദ്യം ഞാൻ പറഞ്ഞു ഓസിലേഷൻസ് ഓഫ് എ സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞത്. ദീസ് ടു ആർ ദ എക്സാമ്പിൾസ് ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ പഠിക്കാം. ഡിസ്പ്ലേസ്മെന്റ് എന്തെന്നാ പറഞ്ഞേ? ഒരു അപ്പോൾ മൂവ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഏത് പൊസിഷനിലാണോ ആ വസ്തു ഇരിക്കുന്നത്. ഇപ്പോൾ പെൻഡുലത്തിന്റെ ബോബ് ആണെങ്കിൽ നമ്മൾ അത് ഓസിലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ പൊസിഷൻ ഉണ്ടല്ലോ, അതിനെ നമുക്ക് മീൻ പൊസിഷൻ ആയിട്ട് എടുക്കാം. അതിൽ നിന്ന് നമ്മളൊരു ബലം പ്രയോഗിച്ച് അതിനെ ഒന്നുകിൽ ഈ സൈഡിലേക്ക് അല്ലെങ്കിൽ ആ സൈഡിലേക്ക് വലിക്കുന്നു. അപ്പോൾ മീൻ പൊസിഷനിൽ നിന്ന് എന്തുമാത്രം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ആ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ x equal to a cos omega t plus phi എന്നാണ്. Okay, this is the equation for displacement of SHM, simple harmonic motionന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ആണ്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കുക. ഇത് നിങ്ങൾക്ക് കോസ് ഫംഗ്ഷന് പകരം സൈൻ ഫംഗ്ഷനോ പരീക്ഷയ്ക്ക് ഇതുപോലത്തെ എക്സാമ്പിൾ തന്നിട്ട് ഇതിലെ ഓരോ ടേംസും എന്തൊക്കെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ നമുക്ക് ഇതിൽ ഓരോ ടേം എന്താണെന്ന് നോക്കാം. A is the amplitude of oscillation. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പരമാവധി ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പോൾ സിമ്പിൾ പെൻഡുലത്തിന്റെ ബോബ് തന്നെ ഓസിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വരെ കൊണ്ടുപോയി, ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ നിന്ന് വലിച്ചിട്ട് അങ്ങ് വിട്ടു. പിന്നെ ഈ ബോബ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തോണ്ടേയിരിക്കും. അപ്പൊ ഓരോ ഇൻസ്റ്റന്റിലും ആ ബോബിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വ്യത്യാസമാണ്. ഈ പോയിന്റിൽ ആ ബോബ് എത്തി നിൽക്കുകയാണെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ആ ഡിസ്റ്റൻസ് ആണ് ബോബിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇത്രയും വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് പരമാവധി. നമ്മൾ ഇത്രയും ദൂരെയാണ് വലിച്ചു വിട്ടതെങ്കിൽ ഇതാണ് പരമാവധി ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ്. ആ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. അപ്പോൾ ദിസ് ഈസ് x equal to a എന്ന് പറഞ്ഞാൽ എന്താണ്? ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും ആ മീൻ പൊസിഷനിൽ നിന്നുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ ജനറൽ ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ ഇവിടെ എത്തിയെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ദൂരമാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഈ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനാണ് എന്ത് വിളിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ്. സോ വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ്? ഇറ്റ് ഈസ് ദി മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. ഓക്കെ, ഇനി ഒമേഗ എന്ന് പറയുന്ന ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയും, അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി എന്നും പറയാറുണ്ട്. ആംഗുലാർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2 pi nu. It is equal to angular displacement by time. അത് നമ്മൾ നേരത്തെ സർക്കുലർ മോഷനിൽ പഠിക്കുന്നതാണ്. അതിന്റെ ഇക്വേഷൻ ഇതാണ്. ഒമേഗ ഈക്വൽ ടു 2 pi nu. ന്യൂ എന്ന് പറയുന്ന ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി എന്താണ്? നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്. ഇപ്പൊ ഫ്രീക്വൻസി നമ്മൾ ഡെഫിനിഷൻ പറയുമ്പോൾ ഓസിലേറ്ററി മോഷൻ ആണെങ്കിൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ് എന്ന് പറയും. വൈബ്രേഷൻസ് ആണെങ്കിൽ നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഇൻ 1 സെക്കൻഡ് എന്ന് പറയും. റൊട്ടേഷൻ ആണെങ്കിൽ നമ്പർ ഓഫ് റൊട്ടേഷൻസ് ഇൻ 1 സെക്കൻഡ് എന്ന് പറയും. എനിവേ ആ നമ്പർ ഓഫ് മോഷൻ ഇൻ 1 സെക്കൻഡിനാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ ഫ്രീക്വൻസിയും ആംഗുലർ ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ ആണ് ഒമേഗ ഈക്വൽ ടു 2 pi nu. ഇനി ഫ്രീക്വൻസി ടൈം പീരീഡും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? അതും നമ്മൾ നേരത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് സർക്കുലർ മോഷനിൽ.
ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ടൈം പീരീഡ്. ടൈം പീരീഡ് എന്താണ്? ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു മോഷൻ, ഒരു ഓസിലേഷൻ ആണെങ്കിൽ ഒരു ഫുൾ ഓസിലേഷൻ എടുക്കുന്ന സമയം. അതായത് നമ്മളിപ്പോൾ ബോബിന്റെ ഓസിലേഷൻ നോക്കുകയാണെങ്കിൽ ബോബിനെ നമ്മൾ ഈ സൈഡിൽ നിന്ന് വലിച്ചു വിടുകയാണെന്ന് വെച്ചോ. ഈ സൈഡിൽ നിന്ന് വലിച്ചു വിടുകയാണെങ്കിൽ ബോബ് ഇവിടെ നിന്ന് അവിടെ വരെ പോയി തിരിച്ച് ഇവിടെ വരെ എത്താൻ എടുക്കുന്ന സമയത്തെയാണ് ബോബിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇനി ബോബ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ പോയി പിന്നെ ഇവിടെ പോയി വീണ്ടും തിരിച്ചിവിടെ വരുമ്പോൾ എന്തോരം ടൈം എടുത്തു? ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് ഓസിലേഷനെയാണ് ടൈം പീരീഡ് ഓഫ് വൺ ഓസിലേഷൻ എന്ന് പറയുന്നത്. വൈബ്രേഷൻ ആണെങ്കിൽ ടൈം ടേക്കൺ ഫോർ വൺ വൈബ്രേഷൻ. ഇനി റൊട്ടേഷൻ ആണെങ്കിൽ ടൈം ടേക്കൺ ഫോർ വൺ റൊട്ടേഷൻ. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസിയും ടൈം പീരീഡും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ടൈം പീരീഡ്. ഇനി നമുക്ക് പുതിയതായിട്ട് പഠിക്കാനുള്ളത് ഈ ഫൈ എന്നാണ് പറയുക. എങ്ങനെയാണ്? ഫൈ എന്നാണ് പറയുന്നത്. ഓക്കെ, ഫൈ എന്ന് പറയും. ഫൈനെ ഇനീഷ്യൽ ഫേസ് എന്നോ ഫേസ് കോൺസ്റ്റന്റ് എന്നോ പറയും. ഫൈയുടെ വാല്യൂ അനുസരിച്ചാണ് നമ്മളിപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ്, ഒരു സൈൻ വേവ് ആയിട്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ 0യിൽ നിന്ന് തുടങ്ങുകയാണെന്നെങ്കിൽ ഫൈയുടെ വാല്യൂ 0 വരും. കുറച്ച് മുകളിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഫൈയുടെ വാല്യൂ π/2 അല്ലെങ്കിൽ π/4 അതനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ എവിടെ നിന്നാണ് ആ വേവ് നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതാണ് ഫേസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഫേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് വെച്ച് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ നിങ്ങൾ ആംപ്ലിറ്റ്യൂഡിന്റെ ഡെഫിനിഷൻ ഓർത്തോളണം. അത് സിമ്പിൾ ആണ്. വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ്? ഇറ്റ്സ് എ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഒമേഗയും ഫ്രീക്വൻസി, ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ ഫ്രീക്വൻസിയും സിമ്പിൾ ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഒമേഗ ഈസ് ഈക്വൽ ടു 2πν. ടൈം പീരീഡിന്റെയും ഫ്രീക്വൻസിയുടെയും ഒക്കെ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചോളണം. ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ് ആൻഡ് ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ഫോർ 1 കംപ്ലീറ്റ് ഓസിലേഷൻ. ഇനി ടൈം പീരീഡിന്റെ യൂണിറ്റ് എന്താണ്? ടൈം പീരീഡിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. ടൈം ആണല്ലോ, അപ്പൊ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. ഇനി ഫ്രീക്വൻസിയുടേത് ഹെർട്സ് ആണ്. ഇനി ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണല്ലോ. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, ആംഗുലർ റേഡിയൻസിലാണ് മെഷർ ചെയ്യുന്നത്. സോ ആംഗുലർ വെലോസിറ്റിയുടെ യൂണിറ്റ് റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. ആംപ്ലിറ്റ്യൂഡിൻ്റെത് നമ്മൾ SI യൂണിറ്റ് മീറ്റർ ആണ്. നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് തരുന്ന പ്രോബ്ലത്തിൽ സെന്റിമീറ്ററിലാണ് ഡിസ്പ്ലേസ്മെന്റ് തരുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസറും സെന്റിമീറ്ററിൽ എഴുതാം. നമുക്കൊരു പ്രോബ്ലം നോക്കാം. So this is a standard equation for displacement of SHM. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഇതേപോലെ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ വരും. അതിൽ given displacement of an SHM is given by x equal to 8 sin 10 pi t plus pi/4 meter. M stands for meter. ഇങ്ങനെ തരുവാണ്. എന്നിട്ട് ഈ സിമ്പിൾ ഹാർമോണിക് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ആംഗുലർ ഫ്രീക്വൻസി, ഇനീഷ്യൽ ഫേസ് അല്ലെങ്കിൽ ഫേസ് കോൺസ്റ്റന്റ് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അറിഞ്ഞിരുന്നാലേ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ സൈൻ ആണ് തന്നിരിക്കുന്നത്. സൈൻ ആണോ കോസ് ആണോ എന്നുള്ളത് അവിടെ പ്രശ്നമല്ല. നമുക്ക് കമ്പയർ ചെയ്ത് ജസ്റ്റ് എഴുതിയാൽ മതി. സൈൻ ആയാലും കോസ് ആയാലും ബാക്കിയുള്ളത് ഇവിടെ എ എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് ആണ്. ആംപ്ലിറ്റ്യൂഡിന്റെ സ്ഥാനത്ത് എത്രയാണ് വന്നിരിക്കുന്നത്? 8. സോ സിമ്പിൾ അല്ലേ? ആംപ്ലിറ്റ്യൂഡ് എത്രയായി നമുക്ക് കിട്ടി? 8 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, വീണ്ടും കമ്പയർ ചെയ്യാം. ഒമേഗ ടിയുടെ സ്ഥാനത്ത് 10 പൈ ടി ആണ്. ഓക്കെ, അപ്പൊ ഒമേഗ എത്രയായി? 10 പൈ. ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്? 10 പൈ. ഒമേഗ ടിയുടെ സ്ഥാനത്ത് 10 പൈ ടി. അപ്പൊ ഒമേഗയുടെ സ്ഥാനത്ത് 10 പൈ. അപ്പൊ ഒമേഗ എന്ന് പറയുന്ന 10 പൈ. നമുക്കിപ്പോ ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി ആണ്. നമുക്ക് ഫ്രീക്വൻസി ആയിരിക്കും ചിലപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഒമേഗ ഈക്വൽ ടു 2 പൈ ന്യൂ അല്ലേ? അപ്പൊ ന്യൂ എന്താണ്? ഒമേഗ ബൈ 2 പൈ. അപ്പൊ ന്യൂ ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ 2 പൈ. അപ്പൊ 10 പൈ ബൈ 2 പൈ എത്രയായി? 5. ഇനി യൂണിറ്റ് എന്താണ്? ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെർട്സ്. സോ 5 ഹെർട്സ് എന്ന് വരും.
ഇനി നമുക്ക് ടൈം പീരീഡ് കണ്ടുപിടിക്കാം. ടൈം പീരീഡ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ടൈം പീരീഡ് കാണാൻ? ന്യൂ ഈസ് ഈക്വൽ ടു 1/t അല്ലേ? ന്യൂ ഈക്വൽ ടു 1/t ആണ്. അല്ലെങ്കിൽ t is equal to 1/new. അപ്പോൾ 1/5. അപ്പോൾ എത്ര കിട്ടി? 0.2 സെക്കൻഡ് ആണ് ടൈം പീരീഡ് കിട്ടുക. ഓക്കെ, പിന്നെ 5 ചോദിച്ചിട്ടുണ്ട്. 5 ഡയറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഈ ഒമേഗ ടി പ്ലസ് 5 ആണ്. ആ 5യുടെ സ്ഥാനത്ത് ഇവിടെ എത്രയാ? 5/4. അപ്പൊ 5 ഇനീഷ്യൽ ഫേസ് എത്രയാ? അത് ആംഗിൾ ആണ് കേട്ടോ, ഓർത്തിരിക്കണം. 5/4 റേഡിയൻസ്. അപ്പൊ ഇങ്ങനെ നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അറിഞ്ഞിരുന്ന കമ്പയർ ചെയ്ത് വളരെ എളുപ്പം ഇത് എഴുതാവുന്നതേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷൻ ആണ്. ഇത് നമുക്കൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് derive an equation for time period of oscillation of a simple pendulum. നമുക്ക് പ്രാക്ടിക്കലും ചെയ്യാനുള്ളതാണ് ടൈം പീരീഡ് ഡെറൈവ് ചെയ്യാൻ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതുവഴി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാണ് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഡെറിവേഷൻ ആയിട്ട് എന്താണ് ടൈം പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിന് എന്താ നമുക്ക് അറിയാമല്ലോ. സിമ്പിൾ പെൻഡുലത്തിൽ ഒരു സ്ട്രിങ്ങിന്റെ താഴെ m മാസ് ഉള്ള ഒരു ബോബ് ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിങ്ങനെ വലിച്ചു അത്രയും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കിയതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ബോബിന്റെ മാസ് m ആണല്ലോ. അപ്പോൾ അതിന്റെ വെയിറ്റ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്ന? എം ജി താഴേക്ക്. ഓക്കെ, ഈ mgനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാണ്. ഓക്കെ, ഒന്ന് ഈ ഡയറക്ഷനിൽ ഇതിന്റെ നേരെ തന്നെ വരയ്ക്കണം. ഈ ആംഗിള് തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റ ആയിരിക്കും. അപ്പോൾ ഇത് mg cos തീറ്റ. പിന്നെ ഇവിടെ നിന്ന് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ നിന്ന് mg sin തീറ്റ. അപ്പൊ ഈ ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്ന നടുക്കോട്ട് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? mg sin തീറ്റയാണ്. അത് അപ്പോൾ റെസ്റ്റോറിംഗ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് mg sin തീറ്റയാണ്. അപ്പൊ ഇവിടെ ഒരു ടെൻഷൻ ഉണ്ട്. എന്താണ് ടെൻഷൻ? ഈ സ്ട്രിങ് ഇങ്ങനെ വലിച്ചു പിടിച്ചേക്കുന്നതല്ലേ, സ്ട്രിങ്ങിലുള്ള വലിച്ചു പിടിച്ചിരിക്കുന്ന ആ ഫോഴ്സിനെയാണ് ടെൻഷൻ എന്ന് പറയുക. അപ്പൊ ഇവിടെ ഈ ടെൻഷനും mg cos തീറ്റയും തമ്മിൽ ബാലൻസ് ചെയ്തു പോകും. ആൻഡ് mg sin തീറ്റ ഈസ് ആക്ടിങ് ടുവേർഡ്സ് ദി ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പൊ റിസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഹിയർ mg sin തീറ്റ. അപ്പൊ നമുക്ക് റിസ്റ്റോറിംഗ് ടോർക്ക് ആണ് വേണ്ടത്. എങ്ങനെയാ ഫോഴ്സും ടോർക്കും എങ്ങനെയാ റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ ഇവിടെ റിസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഡയറക്റ്റഡ് ടു മീൻ പൊസിഷൻ ആണ്. നമ്മൾ അങ്ങോട്ടേക്ക് വലിച്ചു പിടിക്കുകയാണ് റിസ്റ്റോറിംഗ് ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നത്. that is equal to minus mg sin theta. Restoring torque എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അവിടെ മൈനസ് സൈൻ വരും. ഫോഴ്സ് mg sin theta ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇങ്ങനെ അങ്ങോട്ടാണെങ്കിൽ അതിനെ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് L, അതെന്ന് പറയുന്ന ആ സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത് ആണ്. ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, mg sin theta ഇൻറ്റു L വരും. ഇനി ഫോർ സ്മോൾ ആംഗിൾസ് ഓഫ് തീറ്റ നമുക്ക് സൈൻ തീറ്റേനെ തീറ്റ എന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാം. തീറ്റയുടെ വാല്യൂ വളരെ ചെറുതാണെങ്കിൽ നമുക്ക് സൈൻ തീറ്റേനെ തീറ്റ എന്ന് എഴുതാം. അപ്പൊ mg തീറ്റ ഇൻറ്റു L എന്ന് വരും ടോർക്കിന്റെ ഇക്വേഷൻ. നമുക്കറിയാം ടോർക്ക് ഇസ് ഈക്വൽ ടു I ആൽഫ. നമ്മൾ റൊട്ടേഷണൽ മോഷനിൽ പഠിക്കുന്നതാണ്. Torque is equal to moment of inertia into angular acceleration. I എന്ന് പറയുന്ന moment of inertia ആണ്. ഓക്കെ, അപ്പൊ മൈനസ് mg തീറ്റ ഇൻറ്റു L എന്ന് വരും. നമുക്ക് ആൽഫ എത്രയാണ്? ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് mg തീറ്റ ഇൻറ്റു L ഡിവൈഡഡ് ബൈ I. I എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ. മൊമെന്റ് ഓഫ് ഇനർഷ്യ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് mass of the body and square of distance from the axis. അപ്പോൾ നമ്മൾ ബോബിന്റെ കേസിൽ ഈ ബോബിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ബോബിന്റെ മാസ് ഇൻറ്റു ഏത് ആക്സിസിനെ ബേസ് ചെയ്താണോ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്നാണല്ലോ ഇത് ഇങ്ങനെ തിരിയുന്നത്. ഇതിനെ ബേസ് ചെയ്ത് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് തിരിയും. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ബോബിലേക്കുള്ള ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബോബിന്റെ ലെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ മാസ് ഇൻറ്റു L സ്ക്വയർ എന്ന് പറയും.
അപ്പൊ ഇവിടെ ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് എം ജി തീറ്റ എൽ ഡിവൈഡഡ് ബൈ എം എൽ സ്ക്വയർ. അപ്പൊ ഒരു എൽ ക്യാൻസൽ ആയി പോവും, എമ്മും കട്ടായി പോവും, ബാക്കിയുള്ളത് എന്താ മൈനസ് ജി ബൈ എൽ ഇൻറ്റു തീറ്റ എന്ന് വരും. അപ്പൊ സോ വി ഗെറ്റ് ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് ജി ബൈ എൽ ഇൻറ്റു തീറ്റ. ആംഗുലർ ആക്സിലറേഷൻ ആണ്. ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് ജി ബൈ എൽ ഇൻറ്റു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. അതേപോലെ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ആക്സിലറേഷന്റെ ഇക്വേഷൻ ഉണ്ട്, അത് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്നാണ്. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ആക്സിലറേഷന്റെ ഇക്വേഷൻ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. അപ്പൊ ഇവിടെ ആക്സിലറേഷന്റെ കൂടെ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ ആംഗുലർ ആക്സിലറേഷന്റെ കൂടെ ഇസ് ഈക്വൽ ടു മൈനസ് ജി ബൈ എൽ ഇൻറ്റു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്യാം. കാര്യം ഇത് സാധാരണ ലീനിയർ മോഷന്റെ കാര്യമാണ്, ഇത് റൊട്ടേഷണൽ മോഷന്റെ കാര്യമാണ്. ഇവിടെ ലീനിയർ ആക്സിലറേഷൻ ആണ്, ഇവിടെ ആംഗുലർ ആക്സിലറേഷൻ, ഇവിടെ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്, ഇവിടെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. ബാക്കിയുള്ള മാത്രം കമ്പയർ ചെയ്താൽ മതി. ഈ രണ്ടും മൈനസ് സൈനും രണ്ടിലും ഉണ്ട്. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ജി ബൈ എൽ എന്ന് കിട്ടും. ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ജി ബൈ എൽ. ഇനി നമുക്ക് ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ ഒമേഗ ഈക്വൽ ടു 2 പൈ ന്യൂ അല്ലേ, 2 പൈ ന്യൂ, അല്ലെങ്കിൽ ഒമേഗ ഈക്വൽ ടു ന്യൂ എന്ന് പറഞ്ഞാൽ 1 ബൈ ടി ആണ്, 2 പൈ ബൈ ടി. ഒമേഗ ഈക്വൽ ടു 2 പൈ ബൈ ടി എന്ന് കിട്ടും. അപ്പൊ ടൈം പീരീഡ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ടൈം പീരീഡിനെ ഇങ്ങോട്ടേക്ക് ഒമേഗനെ അങ്ങോട്ടേക്കും കൊണ്ടുപോയി 2 പൈ ബൈ ഒമേഗ. ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2 പൈ ബൈ ഒമേഗ. 2 പൈ ഡിവൈഡഡ് ബൈ ഒമേഗ എത്രയാ? ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ജി ബൈ എൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ എൽ. ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ എൽ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, റൂട്ട് ഓഫ് ജി ബൈ എൽ. അല്ലെങ്കിൽ തിരിച്ചെഴുതാം, ടി ഈക്വൽ ടു 2 പൈ ഇൻറ്റു 2 പൈ ഡിവൈഡഡ് ബൈ ജി ബൈ എൽ ആണല്ലോ, അതിന് നമുക്ക് ഇൻറ്റു എഴുതുമ്പോൾ ജി ബൈ എല്ലിനെ തിരിച്ചെഴുതണം, റൂട്ട് ഓഫ് എൽ ബൈ ജി. ഇതാണ് ടൈം പീരീഡിന്റെ ഇക്വേഷൻ. ഒന്നുകൂടെ എടുത്തെഴുതാം. ടൈം പീരീഡ് 2 പൈ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. ഇക്വേഷൻ ഒന്ന് നോക്കിക്കേ നിങ്ങള്. എന്തിനെയാണ് ഈ ടൈം പീരീഡ് ആശ്രയിച്ചിരിക്കുന്നത്? ജി നമുക്കറിയാം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇറ്റ്സ് എ കോൺസ്റ്റന്റ് 9.8 ഫിക്സ്ഡ് വാല്യൂ. പിന്നെ എന്താ മാറ്റുന്നതനുസരിച്ചാണ് ടൈം പീരീഡ് മാറുന്നത്? ലെങ്ത്. ലെങ്ത് എന്തെന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നായിരിക്കുമല്ലോ ഈ ബോബ് തൂക്കിയിട്ടിരുന്നത്. ഈ ഫിക്സഡ് പോയിന്റിൽ നിന്ന് ആക്ച്വലി ബോബിന്റെ സെന്റർ വരെയുള്ള ലെങ്ത് ആണ്. അത് സെന്റർ എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മാസ് ആണ് ഉദ്ദേശിക്കുന്നത്. സെന്റർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ലെങ്ത് ഓഫ് ദ പെൻഡുലം എന്ന് പറയാം. അപ്പൊ ആ ലെങ്ത് മാറുന്ന അനുസരിച്ച് ടൈം പീരീഡ് മാറും. അപ്പോൾ ഏത് ഫാക്ടറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്ന ടൈം പീരീഡ്? ലെങ്ത്. ഓക്കെ, ഇനി സെക്കൻഡ്സ് പെൻഡുലം എന്നൊരു പ്രത്യേക തരം പെൻഡുലം കൂടെ ഉണ്ട്. സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറഞ്ഞാൽ പീരിയഡ് 2 ആയിട്ടുള്ള, പീരിയഡ് 2 സെക്കൻഡ്, അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും ടിക്ക് അടിക്കും. പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ടിക്ക്, ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു ടിക്ക്. എപ്പോഴാണ് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പെൻഡുലത്തിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് അവിടെ വരെ പോയി തിരിച്ച് ഇവിടെ വരുമ്പോഴാണ് ഒരു ഫുൾ ഓസിലേഷൻ നമ്മൾ പറയുന്നത്. ആ ഒരു ഫുൾ ഓസിലേഷൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയാം. ആ ടൈം പീരീഡ് 2 സെക്കൻഡ് ആയിട്ടുള്ള പെൻഡുലത്തിനെയാണ് സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറയുക. പെൻഡുലം whose time period is 2 seconds or പെൻഡുലം that ticks seconds എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും ടിക്ക് ചെയ്യും. ടിക്ക് ടിക്ക് അങ്ങനെ ഒരു ടൈം പീരീഡിൽ 2 പ്രാവശ്യം ടിക്ക് ചെയ്യും. അതിനെയാണ് സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറയുക. അപ്പോൾ സെക്കൻഡ്സ് പെൻഡുലത്തിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഒരു ലെങ്ത്തിന്റെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇക്വേഷനെ മൊത്തം സ്ക്വയർ ചെയ്യാം. ടി സ്ക്വയർ ഈക്വൽ ടു 4 പൈ സ്ക്വയർ ഇൻറ്റു എൽ ബൈ ജി. എൽ ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? ജീനെ ഇങ്ങോട്ട് വാ, ടി സ്ക്വയർ ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ 4 പൈ സ്ക്വയർ. ഓക്കെ, അപ്പൊ ടൈം പീരീഡ് ഓഫ് സെക്കൻഡ്സ് പെൻഡുലം എന്താണ്? 2 സെക്കൻഡ്. അപ്പൊ ടിക്ക് നമ്മൾ 2 കൊടുത്താൽ 2 സ്ക്വയർ അല്ലെ, 4 വെട്ടിപ്പോവും. ജി ബൈ പൈ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ലെങ്ത് ഓഫ് പെൻഡുലം, സെക്കൻഡ്സ് പെൻഡുലം കിട്ടും. ദാറ്റ് ഈസ് നിയർലി ഈക്വൽ ടു 1 മീറ്റർ. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായ ടൈം പീരീഡ് ലെങ്ത് ഓഫ് സെക്കൻഡ്സ് പെൻഡുലം കണ്ടുപിടിക്കുക.